ഹലോ, വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡെയിൽസ് ബൈ അശ്വതി. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അധികനാൾ കേടുകൂടാതിരിക്കുന്ന ഒരു ചൂര അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചൂരമീൻ അച്ചാർ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 2 കിലോ ചൂരയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചൂരമീൻ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഞാനപ്പോൾ നമ്മുടെ ചൂരമീനെല്ലാം നല്ല ചെറുതായി വാർന്ന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 2 കിലോ ചൂരയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ചൂരയിലെ ആ ഒരു വെള്ളമൊക്കെ നന്നായി വാർന്നു പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായി ഒന്ന് പുരട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2-3 സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വിനാഗിരി കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഇത് കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു പീസിലേക്കൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ നന്നായി ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഫ്രീസറിലൊന്നും വെക്കേണ്ട, താഴെ വെച്ചാൽ മതി. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യാനുസരണം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് നമ്മുടെ ചൂരയച്ചാർ ഉണ്ടാക്കുന്നത്. പക്ഷേ ചിലരൊക്കെ നമ്മുടെ നല്ലെണ്ണ ഉപയോഗിച്ച് ഈ അച്ചാർ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ നമുക്കിവിടെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. കാരണം നല്ലെണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പം നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായി ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരി അങ്ങ് മാറ്റാം. എന്നിട്ട് അവസാനം അച്ചാറെല്ലാം ഫിനിഷായി കഴിയുമ്പോൾ ഈ കറിവേപ്പില നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് ആ ഒരു കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരികയും ചെയ്യും. നമുക്ക് ഈ കറിവേപ്പില പിന്നീട് അച്ചാറിലേക്ക് ചേർക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മുടെ കറിവേപ്പില ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് കോരി മാറ്റാം. കറിവേപ്പില എല്ലാം കോരി മാറ്റിയ ശേഷം നമ്മുടെ ആ ഒരു തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലേക്ക് നമുക്ക് നമ്മളുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ചൂരയുടെ പീസ് ഇട്ട് കൊടുക്കാം. ഫ്രിഡ്ജിലൊക്കെ വെച്ചിരുന്നുകൊണ്ട് തന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയൊക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ട്രിപ്പിലൊക്കെ കുറേശ്ശെ വീതം ഇട്ടൊന്ന് വറുത്തെടുക്കാമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ നിന്നാൽ ഒത്തിരി താമസമായിരിക്കും നമുക്ക് ആ ഒരു മീനൊന്ന് മൂത്ത് കിട്ടാനായിട്ട്. മീനെല്ലാം ഇടുന്ന സമയത്ത് നമ്മളൊരു ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഈ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ തന്നെ ഇപ്പം നമ്മുടെ ആ ഒരു മീൻ ഒരു ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് മൂത്ത് വരണം നമ്മുടെ മീൻ. അപ്പോൾ മൂത്തൊരു പകുതിയാകുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. ആദ്യം മീൻ ഇട്ട ഉടനെ ഇളക്കരുത്. അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മീനെല്ലാം പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഒരു ഹാഫ് ഒരു കുക്കായി ഒന്ന് നന്നായി ഒരു മിഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ചൂരയുടെ പീസെല്ലാം കറക്റ്റ് പരുവത്തിൽ നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കുകയും ചെയ്യരുത്. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ പാടായിരിക്കും ഈ ഒരു പീസ് കഴിക്കാനായിട്ട്. അതുകൊണ്ട് അത്യാവശ്യം ഒത്തിരി അങ്ങ് ഫ്രൈ ആകാതെ ഈ ഒരു പരുവം എത്തുമ്പോൾ തന്നെ നമ്മൾ കോരി മാറ്റണം. ഇതുപോലെ നമുക്ക് എല്ലാ മീനും ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ നമ്മുടെ ചൂരയച്ചാറിനുള്ള ആ ഒരു കഷ്ണങ്ങളെല്ലാം നല്ല ഡ്രൈ ആയി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തതായി നോക്കേണ്ടത് നമ്മുടെ ചൂരയച്ചാറിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്നാണ്. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 10-20 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 വലിയ പീസ് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, ഒരു 5-6 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ നമ്മുടെ വറുത്തെടുത്ത മീന. ഇത്രയുമാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചൂരയച്ചാർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ ചൂരയുടെ പീസ് വറുത്തെടുത്ത എണ്ണ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ അങ്ങ് മാറ്റി ബാലൻസ് ഒരു 200 ഗ്രാം എണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു ഇഞ്ചി ചേർത്ത് കൊടുക്കാം.
ഇഞ്ചിയെല്ലാം ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചൂരയൊക്കെ അച്ചാറിടുന്ന സമയത്ത് ചിലരൊക്കെ പൊടികളെല്ലാം നമ്മുടെ ആ ഒരു മീനിലേക്ക് ചേർത്ത് വറുത്തെടുക്കാറുണ്ട്. പക്ഷെ നമ്മളിവിടെ അങ്ങനെ ചെയ്യാറില്ല. കാരണം പൊടിയൊക്കെ എണ്ണയിൽ അങ്ങനെ മീനിടുന്ന സമയത്ത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഡയറക്റ്റ് എണ്ണയിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും ഉപ്പും വിനാഗിരിയും ചേർത്താണ് നമ്മുടെ മീൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 4.5 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചരടൻ മുളകിൻ്റെ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും. അതിനുശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ മാറി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ആ ഒരു മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചൂരമീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചൂരമീൻ്റെ കഷ്ണവും ആ ഒരു അരപ്പും കൂടി നന്നായി ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീൻ വറക്കുന്ന സമയത്ത് ഓൾറെഡി ഉപ്പ് ചേർത്തതാണ്. പിന്നീട് നമുക്ക് ആവശ്യാനുസരണം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു എരിവിന് വേണ്ടിയാണ് നമ്മളിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതും അതുപോലെ തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യാനുസരണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 6 സ്പൂൺ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അതുപോലെ തന്നെ മീൻ വറക്കുന്ന സമയത്തും വിനാഗിരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ഒരു 6 സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പം വിനാഗിരിയാണ് ഇതിനകത്ത് ആ ഒരു വെള്ളം പോലെ കാണുന്നത്. നമ്മളപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു അച്ചാറിലെ ആ ഒരു വിനാഗിരിയൊക്കെ നമ്മുടെ ആ ഒരു പീസിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ആ ഒരു ചൂരമീൻ വറക്കുന്നതിന് മുമ്പ് കുറച്ച് കറിവേപ്പില വറുത്തെടുത്തത്. ആ ഒരു കറിവേപ്പിലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈകൊണ്ട് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ആ ഒരു വിനാഗിരി എല്ലാം നന്നായിട്ട് വറ്റി നമ്മുടെ ചൂരയുടെ ആ ഒരു പീസിലേക്ക് നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റ് കൂടി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം അങ്ങനെ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ചൂരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. കായപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചൂരമീൻ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതിനി ഇരിക്കും തോറും നല്ല ഡ്രൈ ആയി വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചൂരമീൻ അച്ചാറിൻ്റെ റെസിപ്പി ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിൽ ഇനി ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ, സീ യു.